السلام عليكم ورحمة الله وبركاته. الحمد لله كفى وسلام على عباده الذين اصطفى أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وفي قلوب الناس. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാനിലെ പവിത്രമായ രാവുകളിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഭൂമിയിലെ ഏറ്റവും പ്രകീർത്തിക്കപ്പെടുന്ന സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മഹത്വം ഹൃദയത്തിൽ ഇറങ്ങി ആ ഒരു അവസ്ഥയിൽ ഈ സദസ്സിൽ വിനീതിരിക്കുവാനും ഈ വിനീതിന് നിങ്ങളോട് സംവദിക്കുവാനും പഠിച്ച തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില മൂല്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ച് അവൻ്റെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധമായ റമദാനിനെ പരിചയപ്പെടുത്തുമ്പോൾ ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ എന്ന പവിത്രമായ മാസത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് വിശുദ്ധമായ ഖുർആനിനെയാണ്. ആ മാസത്തിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു വ്രതത്തെ പരിചയപ്പെടുത്തിയില്ല. റമദാനിനോട് ഖുർആനിനെ ഘടിപ്പിച്ചതിൻ്റെ താല്പര്യം എന്താണ്? വിശുദ്ധമായ റമദാൻ വിട പറഞ്ഞാലും ഒരു വിശ്വാസിക്ക് ഈ റമദാനിലെ മൂല്യങ്ങൾ അവന് വിട്ടുതരാൻ കഴിയില്ല. അത് ഘടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. വിശുദ്ധമായ റമദാൻ കൊണ്ട് അവസാനിക്കുന്നതല്ല റമദാനിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ചൈതന്യം. വിശുദ്ധമായ ഖുർആനുമായുള്ള അഭേദ്യമായ ബന്ധം വിശുദ്ധ റമദാനിലുണ്ടായിരുന്നു. പാതിരാവിന്റെ നിശബ്ദതയിൽ നമസ്കരിച്ച് ഓതിക്കാച്ചിയെടുത്ത ഈമാനിന്റെ അഭിരുചികൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളകങ്ങളിൽ പതിഞ്ഞു നിൽക്കുന്നുണ്ട്. ഗർജിച്ചുകൊണ്ട് ആരെങ്കിലും ദേഷ്യത്തോടുകൂടി കിടന്നു വന്നു കഴിഞ്ഞാൽ ആത്മസംയമനത്തിന്റെ പാഠം വിശുദ്ധ റമദാനിൽ പഠിപ്പിച്ചു. ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. ബദറിന്റെ സമരോത്സുകമായ പാഠങ്ങളിലൂടെ പഠിച്ചു. ഏത് കാലഘട്ടത്തിലും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ കൈവരിക്കേണ്ട ആത്മീയ ആർജവത്തിന്റെ പാഠവും പഠിച്ചു. കുറെ പാഠങ്ങൾ നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളകങ്ങൾ ഒതുക്കിയിട്ട് ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങാൻ പോകുകയാണ്. സാധാരണ ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ നിന്നും ബിരുദം കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ ഗുരുക്കന്മാർ പറയും, ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വലിയൊരു ദൗത്യ നിർവഹണത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിലേക്കുള്ളൊരു വഴി മാത്രമാണ് എന്നതുപോലെ വിശുദ്ധമായ റമദാൻ ആകുന്ന ഒരു മാസത്തെ കാലയളവിൽ ഒരുപാട് ആത്മീയ മൂല്യങ്ങൾ നമ്മൾ കൈമുതലായി ഹൃദയത്തിന്റെ ഉള്ളകത്തിൽ സൂക്ഷിച്ചുവെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കൈമുതലെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധമായ ഖുർആനാണ്. വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് കേവലം പാരായണത്തിലുള്ള ഗ്രന്ഥം മാത്രമല്ല. നമ്മുടെ ജീവിതം ഖുർആനായി കടന്നു വരേണ്ടതുണ്ട്. ഈ ഖുർആനിന്റെ മാധുര്യം ആസ്വദിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ വിശുദ്ധമായ റമദാനിന്റെ ഈ എൻഡിൽ നാം ചിന്തിക്കേണ്ടത് ഈ ഖുർആനിന്റെ മധുരം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ എതിരി വന്ന അറബി സാമ്രാട്ടുകളായിരുന്ന വലീദ് ബിൻ മുഗീറയെ പോലെയുള്ള ആളുകൾ പ്രവാചകൻ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഈ വിശുദ്ധമായ ഖുർആനിൽ എതിരിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണ്ടി അറേബ്യയിലെ കവികളിൽ നിമിഷ കവികളിൽ പ്രമുഖനായ വലീദ് ബിൻ മുഗീറ പോവാണ് പ്രവാചകന്റെ അടുക്കലേക്ക്.
പ്രവാചകന്റെ ചാരത്ത് നിന്നും മടങ്ങി വരുമ്പോൾ പോയ മുഖം പോലെയല്ല, വ്യത്യസ്തമായ മുഖങ്ങളിലൂടെയാണ് മടങ്ങി വരുന്നത്. വ്യത്യസ്തമായ മുഖങ്ങളിലൂടെ വലീദ് ഇബ്നു മുഗീറ മടങ്ങി വരികയാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ, അറബികളെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ആഗമനത്തിന് മുമ്പ് തന്നെ അറബിയിൽ വലിയ നിപുണന്മാരായ ആളുകളാണ്. ഖുറൈശി പ്രമുഖർ വലീദ് ഇബ്നു മുഗീറയുടെ വരവും കാത്തു നിൽക്കുമ്പോൾ മുഖം വല്ലാത്ത വിവരണമായിരിക്കും. ഖുറൈശികളോട് ചോദിക്കുകയാണ് വലീദ് ഇബ്നു മുഗീറ, യാ അയ്യുഹൽ അറബ്, ഏ അറബി തറവാട്ടുകാരെ, നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ട്. ഈ മക്കയുടെ ഭൂപടത്തിന്റെ ഉള്ളിൽ, ഈ ഭൂമിയുടെ പുറത്തുലിയിൽ ഈ വലീദിനെ പോലെ കവിതകൾ രചിക്കാനുള്ള ഒരാളുമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ ഞാൻ മുഹമ്മദിന്റെ ചാരത്ത് പോയിട്ട് മടങ്ങി വന്നിട്ട് വലീദ് പറയുക, വല്ലാഹി ഇന്നഹു ലഹലാവ, വല്ലാഹി ഇന്നഹു ലതലാവ. എന്തൊരു മധുരമാണ് ഖുർആൻ, അതിന്റെ ആസ്വാദനം എത്രയോ വലുതാണ്. ഈ ഖുറൈശി പ്രമുഖരെ, നമുക്ക് ഖുർആനിനെ എതിർക്കണമെങ്കിൽ എതിർക്കാം. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നഹു ലൈസ മിൻ കലാമിൽ ബശർ, ഇതൊരു മനുഷ്യന്റെ സംസാരമല്ല കേട്ടോ. അനുയായികൾ പറഞ്ഞു, വലീദ നീ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആകെ പ്രശ്നമാകും. ഖുർആനിനെതിരിൽ ഈ ലോകം അംഗീകരിക്കുന്ന താങ്കൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ കൈപ്പിടിയിൽ നിന്നും എല്ലാം വിട്ടുപോകും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലീദ് ഈ അഭിപ്രായമെല്ലാം കേട്ട് ഇന്നഹു ഫക്കറ വഖദ്ദർ فقتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر. ഒരു രാത്രി മുഴുവനും തലകുനിച്ചിരുന്ന് എന്തു പറയുമെന്നറിയാതെ വലീദ് ഇബ്നു മുഗീറ നിൽക്കുകയാണ്. ഖുർആനിന്റെ ഭാഷ്യമാണ്. അവസാനം പലതും പറഞ്ഞു. അവസാനം അവിടെ പറഞ്ഞു, ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റു യുഅ്സർ. നമുക്ക് പറയാം ഇതൊരു മാരണമാണ് എന്ന് പറയാം. സഹോദരങ്ങളെ, നാം ആലോചിക്കുക, ഈ ഖുർആനിന്റെ മാധുര്യം. നമ്മൾ പാരമ്പര്യ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഞാനും നിങ്ങളും വിശുദ്ധ റമദാനിന്റെ മാസമാണ് ഖുർആൻ എന്ന് പറഞ്ഞുവെങ്കിൽ, ഈ ഖുർആനിനെ ആസ്വദിച്ചുകൊണ്ട് റമദാനിന് ശേഷവും ഈ ഖുർആനിക ജീവിതം നയിക്കണമെന്ന ഒരു പ്രതിജ്ഞയോടുകൂടിയാണോ ഈ ഒരു ബാലപാഠത്തിൽ നിന്നും ഈ ബാലകളരിയിൽ നിന്നും നാം ഇറങ്ങുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഖുർആൻ സ്പർശിക്കാത്ത ഒരു ഭാഗവുമില്ല, വിശുദ്ധമായ ഖുർആൻ ബന്ധപ്പെടാത്തൊരു ഭാഗവുമില്ല. വിശുദ്ധ ഖുർആൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മുടെ പ്രതിസന്ധികളിൽ ഖുർആൻ നമ്മളെ വാടി വിളിക്കുന്നുണ്ട്. ഒരു മുത്തശ്ശി ഒരു കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ വിശുദ്ധ ഖുർആൻ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഭയാനകതകളെ സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. കേവലം മുസ്ലിമിനെ മാത്രമല്ല, മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രം, ഒരു അതിസ്ഫോടക ദാർശനിക ഗ്രന്ഥം ഈ വിശുദ്ധമായ ഖുർആൻ. നീ എങ്ങനെ നടക്കണമെന്ന് ഈ ഖുർആൻ പറഞ്ഞു തരുന്നു. നീ ഭൂമിയിലൂടെ നടക്കുന്ന സമയത്ത് വലാ തംശി ഫിൽ അർദി മറഹ, നീ അഹംഭാവത്തോടെ നടക്കരുത്. ഭൂമിയുടെ പുറത്തിലൂടെ നടക്കുമ്പോൾ നിന്റെ നടത്തത്തിൽ നീ മിതത്വം നീ കാണിക്കണം. നിന്റെ ശബ്ദ തരംഗങ്ങൾ കോലാഹലം ഉണ്ടാക്കുന്നതാകരുത്. വിശുദ്ധ ഖുർആൻ സ്പർശിക്കാത്തത് എവിടെയാണുള്ളത്? അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഈ വിശുദ്ധമായ ഖുർആൻ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്ത, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങുന്നത് എങ്കിൽ ആ പർവ്വതം പോലും പൊട്ടിപ്പിളരുമായിരുന്നുവെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു. എങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളകത്തിൽ ഈ ഖുർആനിന്റെ സ്വാധീനം എത്ര വലുതായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. ഈ ഖുർആൻ അത്ഭുതമാണ്. കാരണം ഈ ഖുർആനിന്റെ ശബ്ദം എന്നും ഒരു ശത്രുക്കൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാരണം വിശുദ്ധമായ ഖുർആനിന്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ മുഅ്ജിസത്ത് കലീമുല്ലാഹി മൂസ നബിക്ക് നൽകിയിട്ടുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു പറഞ്ഞു, ഖാല അൽഖിഹാ യാ മൂസ, മൂസ നിന്റെ വടിയെ കൊണ്ടിട്. ഫഅൽഖാഹ ഫഇദാ ഹയ്യത്തുൻ തസ്അ, ആ വടി എന്തായി? പാമ്പായി മാറി. ആ മുഅ്ജിസത്ത് മൂസ നബിയുടെ വഫാത്തോടു കൂടി അവസാനിച്ചു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം സിദ്ധികൾ നൽകി.
പക്ഷേ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും വഫാത്തോടുകൂടി അതും അവസാനിച്ചു. എങ്കിൽ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആനിന്റെ മുഅ്ജിസത്ത് ഇന്നും നമ്മുടെ കരങ്ങളിലിരിക്കുകയാണ്. അത് അവസാനിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ വിശുദ്ധമായ ഖുർആനിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധാരാളം ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. കാരണം ഒന്നും ഈ ശബ്ദമാരും കേൾക്കരുതായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ കഅബാലയത്തിന്റെ ചാരത്ത് നിൽക്കുമ്പോൾ ജുബൈർ ബിൻ മുത്ഇം എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാചകനെ എതിർക്കാൻ പോവുകയാണ്. ഒറ്റ ഡിമാൻഡുള്ളൂ, നീ പോയി പ്രവാചകനെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നിന്റെ ചെവി നീ അടച്ചു പിടിച്ചുകൊണ്ട് വേണം പോകാൻ. ജുബൈർ ബിൻ മുത്ഇം പോകുന്നു. കഅബാലയത്തിന്റെ ചാരത്ത് പോകുമ്പോൾ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻഷൂർ വൽ ബൈത്തിൽ മഅമൂർ വസ്സഖഫിൽ മർഫൂഅ് വൽ ബഹ്റിൽ മസ്ജൂർ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ്. പടച്ച റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് മാറാൻ ആർക്കും സാധ്യമാകൂല എന്ന വിശുദ്ധമായ ആയത്തെത്തുന്നത് വരെ ജുബൈർ ബിൻ മുത്ഇം ഈ സമയത്ത് തന്റെ ചെവി കൈ അല്പം അകന്നു പോയപ്പോ ഈ ഖുർആനിന്റെ ശബ്ദം ജുബൈർ ബിൻ മുത്ഇമിന്റെ ചെവിയിലേക്ക് അടിയടിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് ആ ഖുർആനിന്റെ ശബ്ദം ഇന്നും പ്രശ്നമാ സഹോദര. ഖുർആനിന്റെ ശബ്ദം എന്നും ഭയപ്പെടുകയാണ്. ആ കാലഘട്ടത്തിലും ഭയപ്പെടാൻ ഞാൻ സംസാരിക്കുന്നത് ഖുർആനിന്റെ വചനങ്ങളാണ്. وقال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون. എവിടെയെങ്കിലും ഖുർആന്റെ ശബ്ദം കേട്ടാൽ അവിടെ വെച്ചുകൊണ്ട് എന്തിനോളം ബഹളം വെച്ചോണം. കാരണം ഖുർആനിന്റെ മാസ്മരികത അത്രയും വലുതാണ്. ഞാൻ പറയുന്നു, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഈ ഖുർആനിന്റെ മുഅ്ജിസത്ത് ആ കാലഘട്ടത്തിനേക്കാൾ വർത്തമാന കാലഘട്ടത്തിൽ അന്ന് ഖുർആൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഇന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്ത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഖുർആനിന്റെ അത്ഭുതം അവസാനിക്കുന്നില്ല. എന്താണ് ഖുർആൻ? അല്ലാഹു മനസ്സിലാക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാവട്ടെ. നമുക്കറിയാം, ഗസയുടെ മണ്ണിൽ ഒരു രാവും പകലും കഴിഞ്ഞ ഒരു വർഷം ഒരു രാത്രിയും വെടിനിർത്തലുണ്ടായി. ഈ സമയത്ത് ഗസയുടെ ടൗൺഷിപ്പിൽ വലിയൊരു സമ്മേളനം നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് കുറെ കൊച്ചുകുട്ടികൾ അവിടുത്തെ ബിൽഡിങ്ങുകളുടെ മാളങ്ങളുടെ അടിയിൽ നിന്ന് ഒരു കൈപ്പുസ്തകം കയ്യിൽ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് ഈ സമ്മേളനം അറ്റൻഡ് ചെയ്യാൻ വരികയാണ്. എന്തായിരിക്കും ഈ സമ്മേളനം? സൈനിസ്റ്റുകൾക്കെതിരെയുള്ളൊരു പ്രശ്നമോ സമരമായിരിക്കുമോ? അല്ല സഹോദര. തൻ്റെ വാപ്പയും തൻ്റെ ഉമ്മയും മരിച്ചു കിടന്നു, തൻ്റെ കൂടപ്പുറപ്പിങ്ങൾ മരിച്ചു കിടക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്ങുകളുടെ ഇടയിൽ നിന്ന് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഹാഫിളായ പൊന്നുമക്കൾക്ക് ഒരു സന്നദ്ധദാന സമ്മേളനമാണ് ഗസയുടെ മണ്ണിൽ നടന്നത്. അത്ഭുതകരമായ നിലയിൽ ഖുർആൻ അവർ ഹാഫിളായിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളകത്തിൽ ഈ ഖുർആനിന്റെ മധുരം ഇറങ്ങി. ഈ വിശുദ്ധമായ ഖുർആൻ അവർക്ക് ആശ്വാസമാണ് എന്ന ബാലപാഠം അവരുടെ ഉമ്മമാരും ഉപ്പമാരും പഠിപ്പിച്ചു. ബോംബറുകളും മിസൈലുകളും വിരച്ചു കയറി നിങ്ങളുടെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടാലും ഷഹീദാകപ്പെട്ടാലും നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ കിരണങ്ങൾ പങ്കുവെക്കുന്നത്, നിങ്ങളെ മാറോട് ചേർത്ത് പിടിക്കുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനായിരിക്കും എന്ന ആ ഒരു പാഠമാണ്. അവർ നമ്മുടെ മക്കളെ പോലെ അവർക്ക് സ്വയബോധം നഷ്ടപ്പെട്ടവരൊന്നുമല്ല. അള്ളാഹു ഒരുപാട് ബുദ്ധിയും സാമർത്ഥ്യം കൊടുത്ത മക്കളാ. നമ്മൾ വീഡിയോകളൊക്കെ ഇങ്ങനെ കണ്ടാൽ പോരാ, അവരെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച ജാതക ശക്തി എന്താണ് എന്നൊരു പഠനത്തിന് നമ്മൾ വിധേയമാവണം. വാപ്പയും പെട്ടുനോറ്റ ഉമ്മയും കുടുംബവും നഷ്ടപ്പെട്ടപ്പോഴും ഖുർആൻ എടുത്തു വെച്ചിട്ട് വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ഇത് പടച്ചവന്റെ തീരുമാനമാണ്. ഇതെല്ലാം കടന്നു വരും. ഇത് പടച്ചവൻ അറിയിച്ചു തന്നിട്ടുള്ളതാണ്. പരീക്ഷണങ്ങൾ കടന്നു വരും. വാപ്പ മരിച്ചേക്കും, ഉമ്മ മരിച്ചേക്കും, ഒരുപാട് ബോംബുകൾ വന്ന് എല്ലാവരും തകർത്തു പോകുമ്പോൾ ചിലപ്പോൾ ഒറ്റ അയക്കാം. അപ്പോഴും മക്കളെ നീ പകച്ചു നിൽക്കണമെന്ന ഖുർആനിന്റെ ബാലപാഠം ആ ഉമ്മയും വാപ്പയും അവിടെ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഈ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ ഏത് മേഖലകളിലും ഈ ഖുർആൻ നമ്മൾ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധ്യമാണ്. ഈ ഖുർആൻ എത്രയോ ആളുകൾക്ക് ആശ്വാസമാണ്.
പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പെൺമക്കൾക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. ഒരു പെണ്ണ് ജനിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മുഖം ചുളിച്ചവനായ നിലയിൽ നടക്കൂലായിരുന്നു. അറിയാമല്ലോ, ഖുർആൻ പറയുന്നുണ്ടല്ലോ, വഇദാ ബുശ്ശിറ അഹദുകും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ ഖദീം. ഒരു പെണ്ണിന്റെ ഉപ്പയാണെന്നറിഞ്ഞാൽ അവൻ അപമാനത്തിന്റെ കഥനഭാരം തലയിൽ ചുമടായി വെച്ച് നടക്കുന്ന പിതാവിന്റെ കാലം. പ്രവാചകൻ അഷ്റഫുൽ ഖൽഖിന്റെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, എനിക്ക് 10 പെൺമക്കളുണ്ടായിരുന്നു, 10 മക്കളുണ്ടായിരുന്നു നബിയെ. എൻ്റെ എല്ലാ മക്കളെയും ഞാൻ കൊന്നു കളഞ്ഞു. അവസാനം വരുമ്പോൾ കുറച്ച് വളരട്ടെ എന്ന് വെച്ച് എൻ്റെ കൂടെ ഞാൻ നിർത്തി. വളർന്ന് കുറച്ച് പ്രായമായപ്പം ഒരു സമയത്ത് പെടുന്നനെ എൻ്റെ മോളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊരു അപമാനം തോന്നി. ഈ പെണ്ണിൻ്റെ വാപ്പയാണോ ഞാൻ എന്ന് വിചാരിച്ച് ഉമ്മാൻ്റെ കയ്യിൽ നിന്നും ഈ കുഞ്ഞിനെയും പിടിച്ച് ഒരു കുഴിയിൽ കുഴിവെട്ടിയിട്ട് ഈ കുഞ്ഞുമോളെ ഇറക്കി വെക്കാൻ പോകുമ്പോൾ ആ വാപ്പാന്റെ കവിളിൽ പറ്റിയിരിക്കുന്ന മണൽ പൊടികൾ ഈ പൊന്നുമോൾ തോത്തു കൊടുക്കുന്നുണ്ട്, ഇവിടെ തുടച്ചു കൊടുക്കുന്നുണ്ട്. നബിയോട് പറയാണ്, എൻ്റെ പൊന്നുമോൾ എനിക്ക് തുടച്ചു തന്നു. ഞാൻ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്തും യാ അബത്താ എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്ന് വിളിക്കുന്നുണ്ട് നബിയെ. പക്ഷെ എൻ്റെ മനസ്സിന്റെ ഉള്ളകത്തിൽ ഒരു അയവും വന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് പൊറുക്കലിന് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങേക്ക് അവതീർണമായ വിശുദ്ധമായ ഖുർആനും അങ്ങും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അരുമക്കിടാങ്ങളോട് അറുകൊല ഞാൻ ചെയ്യുമായിരുന്നില്ല. അല്ലാഹു അക്ബർ. ആ പെണ്ണിന് എത്ര മഹത്വം അല്ലാഹു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ നോക്കിയാൽ ആ പെണ്ണിന്റെ മഹത്വം എത്രയാണ്. ആ പെണ്ണിന്റെ മുലയൂട്ടുന്നതിനെ കുറിച്ച് ഖുർആൻ ചർച്ച ചെയ്യുന്നു. ആ പെണ്ണ് ഗർഭധാരണിയായിരിക്കുന്ന അവസ്ഥയിൽ തന്റെ കുഞ്ഞിനെ വയറിൽ ചുമക്കുന്ന ഓരോ നിമിഷത്തെ കുറിച്ചും ആ പ്രയാസങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ ചർച്ച ചെയ്യുന്നു. ആ പെണ്ണിന്റെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ നമ്മളോടൊപ്പം വിശുദ്ധ റമദാനിൽ അല്ലാഹു നമുക്ക് നൽകിയ ഒരാത്മീയ ബന്ധം നമ്മൾ കളയില്ല സഹോദര. ഏത് വിഷയത്തിലും നമ്മൾ പല മേഖലകളിൽ ബന്ധപ്പെടുന്നവരാണ്. നമ്മൾക്കൊരു പ്രശ്നം കിടന്നു വരുമ്പോൾ നമ്മളെ നിയന്ത്രിക്കേണ്ടത് ഖുർആനാവണം. നാം ഒരു സ്ഥാപനം നടത്തുന്നവരാകാം, ബിസിനസ് നടത്തുന്നവരാകാം, ഒരു ജമാഅത്തിന്റെ കാർമ്മികത്വം നിർവഹിക്കുന്നവരാകാം. ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ എന്ത് നയമാണ് സ്വീകരിക്കുന്നത് എന്ന ഒരു നിലപാടെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മളൊക്കെ ഖുർആന്റെ ആളുകളാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമ്മുടെ സ്വകാര്യമായ വ്യക്തിപരമായ വിഷയങ്ങളിൽ, കുടുംബപരമായ വിഷയങ്ങളിൽ ഈ ഖുർആനിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഈ ഖുർആൻ എത്രയോ നീതിയാണ് സഹോദര. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സൂറത്ത് നിസായിൽ ഒരു സംഭവം പറയുന്നുണ്ട്. നാം കേട്ടിട്ടുള്ളതാണ്. ഒരു പടയെങ്കിൽ നഷ്ടമായി. അത് മോഷ്ടിച്ചത് ഒരു മുസ്ലിം കുടുംബമാണ്. ഇത് പ്രവാചകന്റെ ചെമ്പറിൽ പ്രശ്നമാണ് എന്ന് മനസ്സിലായപ്പോൾ മുസ്ലിം തറവാട്ടുകാരെല്ലാം കൂടി എന്ത് ചെയ്തു? രാത്രി അരമന യോഗം നടത്തി ഒരു തറവാട്ടിൽ വെച്ചിട്ട്, അല്ല, മുഹമ്മദിന്റെ അടുക്കൽ പരാതി എത്തിയിട്ടുണ്ട്, മുഹമ്മദിന്റെ അടുക്കൽ പരാതി എത്തിയിട്ടുണ്ട്, ഇത് നമ്മളാകെ പ്രശ്നമാകും, നമ്മുടെ കുടുംബത്തിന്റെ ഇമേജ് മുഴുവനും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ ഒരു ജൂതനുണ്ട്, ജൂതന്റെ അടുക്കൽ കൊണ്ടുപോയി നമ്മൾ കട്ടെടുത്ത മുതൽ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പ്രവാചകനെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് തീരുമാനമെടുക്കുകയും റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയി. റസൂലുള്ളാഹി തങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ മുതൽ കണ്ടെടുക്കാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലായി. അവസാനം ജൂതന്റെ വീട്ടിൽ നിന്നും ഈ മുതലെടുക്കുകയും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ജൂതനാണ് കുറ്റവാളി എന്ന് പ്രഖ്യാപിക്കുകയാണ്, വിധി നടപ്പാക്കാൻ പോവുകയാണ്. ഈ സമയത്താണ് പടച്ച തമ്പുരാൻ അല്ലാഹു ഇടപെടുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നു, യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ മനുഷ്യന്മാരെ മറച്ചു വെക്കാൻ കഴിഞ്ഞേക്കാം, പടച്ചവരിൽ നിന്ന് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റൂല. നിങ്ങൾ പാതിരാ സമയത്ത് നിങ്ങൾ യോഗം കൂടിയപ്പം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു, അല്ലാഹു ഉണ്ടായിരുന്നു. ഇന്നും 14 നൂറ്റാണ്ടുകൾ കൊണ്ട് നാം പാരായണം ചെയ്യുന്ന ഖുർആനിൽ അല്ലാഹു ആലോകനം ചെയ്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, മുസ്ലിം കുറ്റവാളിയാണ്, ജൂതം നിരപരാധിയാണ്. മുസ്ലിം കുറ്റവാളിയാണ്, ജൂതം നിരപരാധിയാണ്. നീതിയുടെ ബാലപാഠം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഈ ഖുർആൻ നമ്മൾ നെഞ്ചിലേറ്റാൻ ആത്മാർത്ഥതയോടുകൂടി നാം തയ്യാറാകണം സഹോദരങ്ങളെ. കാരണം ഖുർആനിന്റെ ഓരോ ശബ്ദങ്ങളും, ഖുർആനിന്റെ ഓരോ സന്ദേശങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ റമദാൻ ഖുർആൻ നമ്മളെ സ്വാധീനിച്ചു എന്ന് പറയാൻ പറ്റും.
വിശുദ്ധമായ ഇസ്ലാമിന്റെ ഏത് സ്തംഭങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ആ കർമ്മത്തിന് വേണ്ടിയുള്ളതല്ല, ആ കർമ്മത്തിന് ശേഷമുള്ള ആത്മീയതയ്ക്ക് വേണ്ടിയുള്ളതാണ്. നമസ്കാരത്തിന് വേണ്ടിയുള്ളതല്ല, നോമ്പിന് വേണ്ടിയുള്ളതല്ല. വിശുദ്ധമായ ഹജ്ജ് കർമ്മം, വിശുദ്ധമായ അറഫയിലും മുസ്ദലിഫയിലും ജംറാത്തിലും മിനയിലും വിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് ഒരുപാട് അമലുകൾ ചെയ്യുന്നു. ആ അമലുകൾ അവനക്ക് അവിടെ വെച്ച് പ്രവർത്തിക്കാനുള്ളതല്ല. അവന്റെ അമലുകൾ സ്വീകരിച്ചു എന്നും അവന്റെ ആത്മീയത അവന്റെ ഹൃദയത്തിന്റെ ഉള്ളകത്തിൽ വേദനിച്ചു എന്ന് അറിയുന്നത് അറഫയിൽ വെച്ചിട്ടല്ല, അവന്റെ ബാക്കിയുള്ള ജീവിതത്തിലാണ്. അവൻ ഹാജിയാണോ എന്ന് തീരുമാനിക്കുന്നത്. അവന്റെ സകാത്ത്, ആ വിശുദ്ധമായ കർമ്മം അള്ളാഹു കബൂലാക്കിയോ എന്ന് നോക്കുന്നത് ആ കൊടുക്കുന്ന സമയത്തല്ല, ആ വിശുദ്ധമായ കർമ്മത്തിന് ശേഷം പലിശ സംബന്ധമായ ഹറാമിൽ നിന്ന് അവന് വിട്ടുനിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിലാണ് അവന്റെ കർമ്മം സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റും. എങ്കിൽ വിശുദ്ധമായ റമദാൻ സ്വീകരിച്ചോ, നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോ എന്നറിയുന്നത് വിശുദ്ധമായ റമദാനിന് ശേഷമുള്ള ജീവിതത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ റമദാൻ, വിട പറയാത്ത റമദാൻ എന്ന ഒരു ശീർഷകത്തിൽ ഞാൻ സംസാരിക്കാനുള്ള കാരണം തന്നെ ഈ റമദാൻ നമ്മളോട് വിട പറയുന്നില്ല. കാരണം ഈ ഖുർആൻ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. ഈ വിശുദ്ധമായ ഖുർആൻ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കണം. എത്രയോ ആളുകൾ അവിടെ നിന്ന് പറയുന്നു, വലിയ ശാസ്ത്രകാരന്മാർ പറയുന്നു, എന്നെ സ്വാധീനിച്ചത് വിശുദ്ധമായ ഖുർആനാണ്, വിശുദ്ധമായ ഖുർആനിന്റെ വചനമാണ്. മക്ക മുകറമയിൽ കുലപതിയായി ജീവിച്ച മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്നെ സ്വാധീനിച്ചത് വിശുദ്ധമായ ഖുർആനാണെന്ന് പറയുന്നു. ചെറുപ്പത്തിൽ ഏറ്റവും വലിയ ഗുണ്ടാ സംഘത്തിന്റെ തലവനായിരുന്ന ഉമർ പറയുന്നു, എന്നെ സ്വാധീനിച്ചത് വിശുദ്ധമായ ഖുർആനാണ് എന്ന് പറയുന്നു. സഹോദരങ്ങളെ, ലിയോപോൾ എന്ന് പറയുന്ന ശാസ്ത്രകാരൻ മെസ്സേജ് ഓഫ് ദ ഖുർആൻ എന്ന കിതാബ് തർജ്ജമ ചെയ്ത് അദ്ദേഹവും പറയുന്നു, എന്നെ സ്വാധീനിച്ചത് വിശുദ്ധമായ ഖുർആനാണ്. നിങ്ങൾ എത്രയോ ആളുകൾ, ഞാനിത് പറഞ്ഞത് ഇവരുടെ പേരുകൾ പറഞ്ഞത്, ഈ വിശുദ്ധമായ ഖുർആനിക ആയത്തുകൾ ഈദിക്കുന്നത് എനിക്കും എന്നോടും നിങ്ങളോടും ഞാൻ ചോദിക്കുന്നു, ഒരായത്തെടുത്ത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഇന്ന ആയത്തുണ്ടെന്ന് പറയാൻ നമുക്ക് എത്ര ആളുകളുടെ സാധ്യമാകും? എന്റെ ജീവിതത്തിൽ വിശുദ്ധമായ ഖുർആൻ ധാരാളം പാരായണം ചെയ്തിട്ടുണ്ട്. ആ പാരായണത്തിൽ ഒരിന്ന ആയത്താണ് എന്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനം ചെലുത്തിയെന്ന് പറയാൻ, നെഞ്ചത്ത് കൈവച്ച് പറയാൻ നമുക്ക് എത്ര ആളുകൾക്ക് സാധ്യമാകും? ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്ത് കിടന്നു വന്ന് വിശുദ്ധമായ ഖുർആനിന്റെ മാധുര്യം ആസ്വദിച്ചവർ പറയുന്നു, ചങ്കുറപ്പോടുകൂടി പറയുന്നു, എന്നെ സ്വാധീനിച്ചത് വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളാണ് എന്ന് അവിടെ നിന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? പക്ഷെ നമ്മൾ ഈ ഖുർആനുമായി നാം അകന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിനോട് വല്ലാത്ത സ്നേഹമാണ്. മഹദിയായ ഐഷ സിദ്ദീഖാന്റെ മാറിന്റെയും മാറിന്റെയും ആമാശയത്തിന്റെയും ഇടയിൽ തലവെച്ചുകൊണ്ട് കിടക്കുന്നു. പൊന്നുമോള് ഫാത്തിമ തബത്തുൽ അനബിളഅതു മിന്നി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ. ഫമൻ അഗ്ളബനി, ആരെങ്കിലും എന്റെ ഫാത്തിമയോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെട്ടതുപോലെയാണ് എന്ന് പറഞ്ഞത് ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പ്രവാചകൻ വല്ലാതെ ഒന്ന് വിഷമിച്ചൊരു സമയമുണ്ട്. ആ പ്രവാചകൻ ആ സമയത്ത് യാ ഉമ്മത്തി എന്ന് വിളിച്ച പ്രവാചകൻ വിഷമിച്ചൊരു സമയമുണ്ട്. മഹാനായ വിശുദ്ധമായ ഖുർആനിന്റെ ഖാരികളിൽ പ്രമുഖനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അഷ്റഫുൽ ഹൽഖ് പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദേ ഒന്ന് ഖുർആൻ ഓതിയാട്ടെ, ഖുർആൻ ശരീഫ് ഓതിയാട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാ റസൂൽ അൻസിൽ, നബി അങ്ങേക്ക് അവതീർണമായ ഖുർആൻ ഞാൻ പാരായണം ചെയ്യാനോ? അല്ല, വേറൊരാളിങ്ങനെ ഓതുമ്പോൾ അത് കേൾക്കാൻ വലിയ ഇഷ്ടമാണെന്ന് അതിന് മസ്ഊദ് ഒന്ന് പാരായണം ചെയ്യും. സൂറത്ത് നിസാ ഇങ്ങനെ പാരായണം ചെയ്യും. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ, അങ്ങനെ തുടങ്ങി ഫകൈഫ ഇദാ ജിഗ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഗ്നാ ബിക അലാ ഹൗലാഇ ഷഹീദാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹസ്ബുകൽ ആൻ. ഇബ്നു മസ്ഊദ് നിർത്ത്, ഇബ്നു മസ്ഊദ് നിർത്ത്. അല്ലാഹുവിന്റെ റസൂലിന് താങ്ങാൻ കഴിയുന്നില്ല. ഓരോ ജനതയ്ക്കും അള്ളാഹു ഒരു സാക്ഷിയെ കൊണ്ടുവരും. അങ്ങയുടെ ജനതയുടെ സാക്ഷിയായി കൊണ്ടുവരുന്നത് നബിയെ അങ്ങയായിരിക്കും. ആ സമയത്ത്
വിശുദ്ധമായ ഖുർആൻ ഷരീഫ് കേവലം ചില ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ കേവലം ചില ചടങ്ങുകൾക്ക് മാത്രം, അല്ലെങ്കിൽ ചില ആണ്ടുകൾക്ക് വേണ്ടി മാത്രം, ചില സമയങ്ങൾക്ക് വേണ്ടി മാത്രം രംഗപ്രവേശനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമായിട്ടാണോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എങ്കിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് ഞാൻ പറഞ്ഞു, നമ്മൾ ഇത്ര സ്നേഹിച്ച പ്രവാചകൻ വിഷമിച്ച രംഗമാണ്. അള്ളാഹിന്റെ കോടതിയിൽ പറയും വഖാല റസൂൽ, ഒരു സംശയമില്ല, നസ്സാണ്, ഖുർആനാണ്. വഖാല റസൂൽ, വ്യക്തമായി ഏതൊരു കുഞ്ഞിനും മനസ്സിലാകുന്ന ഭാഷയിൽ അല്ലാഹു പറയാണ്, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. ഈ നിൽക്കുന്ന ആരാണെന്നറിയോ? ഈ നിൽക്കുന്നത് ആരാണെന്ന് അല്ലാഹു റസൂൽ പറയാണ്, യാ റബ്ബേ ഇന്ന ഖൗമി ഇത്തഖദൂ, ഈ ജനത എന്റെ വിശുദ്ധമായ ഖുർആനിനെ വലിച്ചെറിഞ്ഞവരാണ്, എനിക്കും ഇവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നത്രേ, പ്രഖ്യാപിക്കുന്നത്രേ. അതുകൊണ്ട് സഹോദര, ഒന്നാമതായി വിശുദ്ധമായ റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത ബന്ധമെന്ന് പറയുന്നത് വിശുദ്ധമായ ഖുർആനുമായുള്ള ബന്ധമാണ്. രണ്ടാമത് നാം ആർജിച്ചെടുത്ത ബന്ധം നമസ്കാരങ്ങളാണ്. പാതിരാവിന്റെ നിശബ്ദതയിൽ ഖിയാമിലെ നമസ്കാരങ്ങൾ, പാതിരാവിന്റെ നിശബ്ദതയിൽ കരഞ്ഞു ദുആ ചെയ്യാൻ, ഓതി കാച്ചിയെടുത്ത ഈമാനിന്റെ മധുരം ഹൃദയത്തിന്റെ ഉള്ളകത്തിലേക്ക് കടന്നു വന്ന മുസ്ലിം ആലോചിക്കണം, ഇനിയും റമദാൻ കഴിഞ്ഞും ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരും, ഒരുപാട് കലുഷിതമായ അന്തരീക്ഷങ്ങൾ കടന്നു വരും. അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഹൽഖിന്റെ അടുക്കൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി കടന്നു വരുമ്പം അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ നിന്ന് പറഞ്ഞതെന്താ? വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. നിന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം നീ വിശുദ്ധമായ നമസ്കാരത്തിലേക്ക് തിരി. ഇത് കേവലം റമദാനിന് വേണ്ടി മാത്രമുള്ള ഖിയാമുൽ ലൈലല്ല, റമദാനിന് മാത്രമുള്ള തഹജ്ജുദ് നമസ്കാരമല്ല. റമദാനിന് ശേഷവും ഈ നമസ്കാരങ്ങൾ നമ്മുടെ കൂടപ്പിറപ്പായി നമ്മളോടൊപ്പം ഉണ്ടാവണം. സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു, ഒരുപാട് സകാത്ത് സെല്ലുകൾ രൂപീകരിച്ചു, സംഘടിത സകാത്ത് സംവിധാനങ്ങൾ ഉണ്ടായി, അൽഹംദുലില്ലാഹ്. പക്ഷെ ആ സകാത്ത് സംവിധാനം എന്ന് പറയുന്നത് നാം തിരിച്ചറിയണം, പടച്ചതമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമാണ്. നമ്മുടെ സകാത്തിനെ കുറിച്ച് പഠനത്തിന് വിധേയമായി കഴിഞ്ഞാൽ, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ പരിധി കഴിഞ്ഞാൽ, ഒരായത്ത് പോലും 2.5% സകാത്ത് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ആർക്കും കാണാൻ പറ്റൂല. 2.5% സകാത്ത് കൊടുക്കേണ്ടത് എന്ന് ഖുർആനിൽ നോക്കി നമുക്ക് കാണാൻ പറ്റൂല. ഇത് കർമ്മശാസ്ത്രത്തിന്റെ റൂളാണ്. കർമ്മശാസ്ത്രത്തിന്റെ റൂളാണ്. നിന്റെ മണി വൈറ്റാക്കാനുള്ള കർമ്മശാസ്ത്രത്തിന്റെ റൂളാണ്. സാധാരണ അറബിയൊക്കെ തന്റെ പണം വൈറ്റാക്കാൻ ചില നിയമങ്ങൾ കൊണ്ടുവരാറുണ്ട്. കർമ്മശാസ്ത്രത്തിൽ നമ്മുടെ സമ്പത്തിനെ പ്യുവറാക്കാനുള്ള ഒരു ഇസ്ലാമിക കർമ്മശാസ്ത്ര പദ്ധതി മാത്രമാണ്. പക്ഷെ അല്ലാഹു പറഞ്ഞു, നിന്റെ സമ്പാദ്യം നീ എന്ത് ചെയ്യണം? നീ പടച്ചവന്റെ വഴിയിൽ നീ കൊടുത്തുകൊണ്ടേയിരിക്കണം, നീ കൊടുത്തുകൊണ്ടേയിരിക്കണം. നിനക്ക് ആ സമ്പത്തിനോട് സ്നേഹം വരുമ്പോൾ വല്ലാത്ത സ്നേഹം വരും. സമ്പത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ സ്നേഹം വരുന്നതോടൊപ്പം പടച്ച റബ്ബ് എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്, ഞാൻ കൊടുക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. പടച്ചവനെ നിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് നിന്റെ വഴിയിൽ കൊടുക്കുകയാണ്. ഇത് കേവലം റമദാനിന് വേണ്ടി മാത്രമുള്ള ഒന്നല്ല. ഒരുപാട് അഗതികളും അനാഥകളും, ഒരുപാട് മുസ്ലിമും അമുസ്ലിമും, മതമുള്ളവനും മതമില്ലാത്തവനും, അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാവിന്റെ നിശബ്ദതയിൽ മദീനത്തെ കൂരയിൽ കിടന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. വകം മിമ്മൻ ലാ മുകാഫിയ ല, വകം മിമ്മൻ ലാ മുകാഫിയ ല. അല്ലാഹുവേ, എത്രയോ പാവങ്ങളാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഓലയിലൂടെ വെള്ളം വിറ്റിട്ട് വീഴുന്ന എത്രയോ മനുഷ്യരുണ്ട്. അല്ലാഹുവേ, എത്രയോ പാവങ്ങളുണ്ട് പടച്ചവനെ. അഗതികളുടെയും അനാഥകളുടെയും നൊമ്പരം പറഞ്ഞ ഹബീബിന്റെ അനുയായികളാണ് നാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സഹായിക്കാൻ അവന്റെ മതം നോക്കുന്നവരല്ല, നോക്കൽ ഇസ്ലാം അനുശാസിക്കുന്നുമില്ല. അവൻ മനുഷ്യനാണ് എന്ന പ്രമേയമാണ്. അൽ ഖൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും അല്ലാഹുവിന്റെ കുടുംബമാണ്. വസുദൈവ ദൈവമെന്ന ഹൈന്ദവ ദർശനം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, അതും എന്റെ കുടുംബമാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ്. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് വിശുദ്ധ റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാവണം. ഒന്നാമത് വിശുദ്ധമായ ഖുർആൻ, രണ്ടാമത് നമസ്കാരം, മൂന്നാമത് നമ്മുടെ സാമ്പത്തിക രംഗം റാഹത്തായിരുന്ന റമദാനിൽ. ഇത് റമദാനോടുകൂടി അവസാനിക്കേണ്ട ഒന്നല്ല, റമദാനോടുകൂടി വിട പറയേണ്ട ഒന്നല്ല. അതുപോലെ തന്നെ മറ്റ് സാമൂഹിക അന്തരീക്ഷം
മതങ്ങൾ പരസ്പരം ഐക്യപ്പെടേണ്ടവർ, സ്നേഹിക്കേണ്ടവർ, നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടവർ മതത്തിന്റെ പേരുകൾ പറഞ്ഞ് പല പ്ലാറ്റ്ഫോമുകളായി തിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈമാനിക വിശുദ്ധ റമദാനിലുണ്ടായ യഥാർത്ഥമായ ആർജവത്തോടുകൂടി ശത്രുവിനെ ശത്രുവായി മനസ്സിലാക്കാൻ ബദറിന്റെ സമരോത്സുകമായ സംഭവങ്ങളിലൂടെ ഈമാനികമായ ആർജവമാണ് ഈ റമദാനിലൂടെ നാം ഊട്ടിയെടുക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ പറഞ്ഞ ബാലപാഠങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളകങ്ങളിൽ കുത്തിവെച്ച് ആത്മാർത്ഥമായ നിലയിൽ അള്ളാഹു നമുക്ക് ഈ റമദാൻ നമുക്ക് നൽകി. ഇനി അടുത്ത റമദാനിൽ നമ്മളെ എത്ര ആളുകൾ ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമാകൂല. അതുകൊണ്ട് ഈ പറഞ്ഞതും പ്രഭാഷണങ്ങളും സംസാരങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളകത്തിൽ ഒന്ന് അങ്കുരിക്കണമെങ്കിൽ ഈമാനിന്റെ മാധുര്യം നമ്മുടെ ഹൃദയത്തിൽ വേരുറക്കണം. പടച്ച തമ്പുരാനെ, അള്ളാഹുവിന്റെ വിശ്വാസം ഹൃദയത്തിലേക്ക് കടന്നു വരണം. ആ പടച്ചവനെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ മനസ്സിലാക്കണം. സൃഷ്ടികളിലൂടെ സൃഷ്ടാവിനെ അറിയണം. അറിഞ്ഞതിന് ശേഷം അള്ളാഹനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് വിശ്വസിക്കണം. ഇത് വിശ്വാസത്തിന്റെ ബേസിക്കായി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ട് പിന്നീട് പറയണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് ആദ്യ സ്റ്റെപ്പ് വേറെ വെച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഈ 2 സ്റ്റെപ്പ് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റെപ്പാണ് അമലുൽ ബിൽ ജവാരി, നമ്മുടെ കർമ്മമതം, കർമ്മമണ്ഡലം. നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും, നമ്മൾ ഈ പറയപ്പെട്ട മുഴുവൻ കർമ്മങ്ങളും അതിന്റെ വേരുറക്കേണ്ടത് എവിടെയാണ്? അവന്റെ ഈമാനികമായ വേരുറച്ചാലേ ഉള്ളൂ ഈ റമദാൻ കഴിഞ്ഞാലും ഈ പ്രോഗ്രാം എല്ലാം കറക്റ്റായിട്ട് പോകുള്ളൂ. കാരണം അള്ളാഹു ഏത് കർമ്മ പദ്ധതിയെയും പടച്ച തമ്പുരാൻ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് വിശുദ്ധമായ റമദാനിനെ ഖുർആനിനോട് ഘടിപ്പിച്ചു വെച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ കർമ്മങ്ങളെയും ഈമാനുമായി ഘടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇത് കരുതുന്നില്ലായിരുന്നു. അള്ളാഹു പറയുന്നത് എങ്ങനെയാ? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് 14ഓളം സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഈമാൻ ഹൃദയത്തിന്റെ ഉള്ളകത്തിൽ ഉറച്ചിട്ടൊരു കർമ്മം ചെയ്യുമ്പോൾ, പടച്ചവനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വന്നിട്ട് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ, ആ ഒരു അവസ്ഥയിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ എന്തെയും പുറത്തു വരും. ആ ആക്ഷൻ നല്ല മാധുര്യമുള്ള ആക്ഷൻ ആയിരിക്കും. അതിന് മധുരമുള്ള ഒരു സ്വാഭാവികമായ സ്നേഹം, ഈ പറഞ്ഞ ലെവലിലാണ് റബ്ബിനോടുള്ള സ്നേഹം ഉണ്ടായതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആക്ഷൻ വരും. ഇതുപോലെ നമ്മളൊരു കുഞ്ഞ് വെള്ളത്തിലേക്ക് ചാടാൻ പോകുമ്പോൾ എന്ത് ഒരു വാപ്പയും ഉമ്മയും ഒന്നും നോക്കൂല, ചാടി പിടിക്കും. ഒരു വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടി വീഴാൻ പോകുന്നതിന് അത് ആ മക്കളും ഉമ്മയുമായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റാണ്. റബ്ബുമായി ഈമാനികമായ അറ്റാച്ച്മെന്റ് ഉണ്ടാകണം. റബ്ബിനെ റബ്ബായി പിശാച് പോലും അംഗീകരിക്കുന്നുണ്ട്. പിശാച് പറയുന്നില്ല ഖാല റബ്ബി അൻദിർനി ഇലാ യൗമി യുബഅസൂൻ, പടച്ചവനെ എന്നെ സ്വർഗ്ഗത്തിൽ നിന്നൊക്കെ പുറത്താക്കി, പക്ഷേ എന്നെ എന്ത് ചെയ്യണം? ഖിയാമത്ത് നാൾ വരെ എന്നെ ഒന്ന് ജീവിപ്പിക്കണം. അപ്പൊ ഖാല റബ്ബി എന്ന് പറയുമ്പോൾ റബ്ബ് എന്നുള്ളത് പിശാച് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പിശാചിന് എന്താ പറ്റിയത്? പടച്ചവനുമായി ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരേണ്ടതിന് പകരം വസ്തക്ബറ ഫഅബ വസ്തക്ബറ. അവനെ വർക്കിയത് എന്താണ്? അഹംഭാവമാണ്. ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ഈ ആദമിന് സുജൂദ് ചെയ്യാനാ? ഈ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ ഈ ചെളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാനോ? ഈ ഒരു അഹംഭാവം വന്നപ്പോൾ പിശാചിന്റെ ആക്ഷൻ എന്തായി മാറി? അവന്റെ ആക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയി വർക്ക് ചെയ്തു. ഞാൻ ആദമിന് സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അള്ളാഹു സ്വർഗ്ഗലോകത്തിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാനിൽ പടച്ച തമ്പുരാൻ ഖുർആനിന്റെ തണലിൽ വിശുദ്ധ ഖുർആൻ ഹാഫിളായ ഖുർആൻ കേട്ടവരാണ് നമ്മൾ. ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടവരാണ്. ആത്മാർത്ഥമായി പടച്ച തമ്പിന്റെ മുമ്പിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തതുപോലെ അല്ലാഹുമ്മ ജഅൽ ആഖിറ ഉംറഹു ഖവാതിമഹു, എൻ്റെ ആയുസ്സിൽ ഏറ്റവും നല്ലത് അവസാനത്തെ സമയത്തിലാക്കണം പടച്ചവനെ. اللهم اجعل خير اللهم اجعل خير خواتمه اللهم اجعل خير عملي خواتمه. എൻ്റെ അമലിൽ ഏറ്റവും നല്ലത് അവസാനത്തെ അമലാക്കണം. അല്ലാഹുവേ എൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം യൗമ നൽഖാക്, അല്ലാഹുവേ നിന്നെ കാണുന്ന ദിവസമാക്കണം എന്ന ആത്മാർത്ഥമായ ദുആ ഈ വിശുദ്ധ റമദാനിന്റെ ഈ അവസാന സമയത്ത് ഒരു പ്രതിജ്ഞ എടുക്കുക. ഈ റമദാനിനോട് ഞാൻ വിട പറയില്ല. ഈ വിശുദ്ധ റമദാനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചൈതന്യം ചങ്കകത്ത് സൂക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശവ്വാലിന്റെ മാസപ്പിറവി കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ മന്ദമാര് അലയടയ്ക്കുമ്പോൾ എൻ്റെ റബ്ബിന്റെ നിയമങ്ങൾ ഖൗലി
ഖൗലിലും ഫിഅലിലും ഫിക്റിലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ് എന്ന പ്രതിജ്ഞയിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വഴിയിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ നാഥൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പറഞ്ഞതിനേക്കാൾ ഉപരി നമ്മുടെ അമൽ കർമ്മങ്ങളിൽ സജീവമാകാൻ നാഥൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വിശുദ്ധമായ റമളാനിന്റെ ഈ പ്രഭാഷണ വേദിയിൽ എന്നെ ക്ഷണിച്ച പാളയം മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളെ വളരെ സന്തോഷത്തോടുകൂടി അവരോട് നന്ദി അർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ഇൻഷാ അല്ലാഹ് ഇനിയും കണ്ടുമുട്ടാനും അവസാനം ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് സംഗമിക്കാനും കാണുവാനും ആ സ്വർഗ്ഗത്തിൽ വെച്ച് ഇല്ലാ ഖീലൻ സലാമൻ സലാമ എന്ന് പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് ആ സ്വർഗ്ഗത്തിന്റെ നിത്യവാസത്തിൽ നമ്മളൊക്കെ ഒരുമിക്കാൻ നാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.